ആണ്. വീറ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കിവിടെ സ്ക്രീനിലെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. വീറിനോട് പറയൂ, ബോഡി ഉള്ളിടത്തെല്ലാം ബോഡി ഹീറ്റും ഉണ്ടാവും. ഓക്കേ. ഞാൻ പറഞ്ഞതല്ലേ ദൂരെ പോവാൻ, ഇങ്ങോട്ട് വരരുത്. വീർ അപ്പൂപ്പ പറഞ്ഞു ബോഡി ഉള്ളെടുത്ത് ബോഡി ഹീറ്റും ഉണ്ടെന്ന്. Heat seeking device on. Heat seeking device on. അയാളെ കാണുന്നില്ലല്ലോ. കണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് ഇങ്ങനെ ഒരു പണി കൊടുക്കായിരുന്നു. അവനെ എന്റെ കയ്യിലെങ്ങനെ കിട്ടിയാലേ ഞാൻ അവനെ ഇങ്ങനെ കാലുമടക്കി തൊഴിക്കും. എന്റെ കയ്യിലെങ്ങാനും അവനെ കിട്ടിയാലേ ഞാൻ ഈ കല്ലെടുത്ത് എങ്ങനെ അറിയും? പക്ഷെ അവനെ കാണുന്നില്ലല്ലോ. ഒന്ന് മതിയാക്ക്, ഒന്ന് നിർത്ത്. എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ബോസ്, ഞാനിതാ വരുന്നു ബോസ്. Wingsuit on. Wingsuit on. എന്നെ വിട്, എന്നെ വിട്, പ്ലീസ് പ്ലീസ്. എനിക്ക് ഉയരം വളരെ പേടിയാണ്. എന്നെ വിടൂ. എന്നാ പിന്നെ കണ്ണട എനിക്ക് ഇങ്ങ് താ. ഇന്ന് പിടിച്ചോ, പക്ഷെ എന്നെ വെറുതെ വിടൂ. അയ്യോ. ഇംലി മതിയാക്ക്, ബോധത്തില് വാ. ഇംലി ഞാൻ പറയുന്നത് കേക്ക്, എന്റെ കണ്ണിലേക്ക് നോക്ക്. ഞാൻ നിന്നെ ഇപ്പൊ തന്നെ പഴയതുപോലെ ആക്കാം. ചിഞ്ചിഞ്ചു, നമ്മുടെ പണി കഴിഞ്ഞു. വാ, നമുക്ക് പോയി നമ്മുടെ പ്രതിഫലം വാങ്ങാം. ഞാൻ എന്റെ കാശും എടുത്തോണ്ട് വല്ല ഗ്രാമത്തിലേക്കും പോവാ. ഇവിടെ മൊത്തം പ്രശ്നങ്ങളാണെന്നേ. നമ്മളിവിടെ എന്ത് ചെയ്യോണ്ടിരിക്കാവീ? പേടിക്കണ്ട ഇംലി, വേഗം എന്റെ ദേഹത്തുനിന്ന് പിടിവിട്. എന്റെ വിങ് സ്യൂട്ടിന്ന് പിടിവിട്ടില്ലെങ്കിൽ നമുക്ക് പറക്കാൻ പറ്റില്ല. ഇല്ല, എനിക്ക് പേടിയാവുന്നു. ജിൻഡു ഒന്ന് വേഗം ചെന്ന് വീറിനെ രക്ഷിക്ക്. ഇനി ആ വീറ് നേരെ താഴെ വീണ് തവിട് പൊടിയായി പോകും. അപ്പൊ നമുക്ക് അവനെ നമ്മുടെ കൂടെ എടുത്തോണ്ട് പോകാമെന്നേ. ഇംലി, നിനക്കെന്നെ വിശ്വാസമുണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ എന്നെ വിട്. ഒരു നിമിഷം എന്റെ ശ്വാസം വരെ നിന്നുപോയി. ശരിക്കും ശ്വാസം നിൽക്കാൻ പോകുന്നതേ അവൻ തിരിച്ചു വരുമ്പോഴാ. ജീവൻ വേണമെങ്കിൽ ഓടിക്കോണോ ഹിപ്നോട്ടൈസേ. ബോസേ, ബോസേ. എന്താടാ മണ്ട, കാര്യം നടന്നിട്ടില്ലെങ്കിൽ നീ ആ റോക്കറ്റുമായിട്ട് ഇങ്ങോട്ട് വന്നാ മതി. ബോസ്, ബോസ്, റോക്കറ്റിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ഞാൻ ആകാശത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൂപ്പ, ഇംലിയും കൂട്ടി സ്പേസ്ഷിപ്പിൽ പോയി ഇരിക്കേ. ഞാൻ ഇപ്പൊ അങ്ങ് വരാം. ഇനി 3 മിനിറ്റിൽ കൂടിയേ ബാക്കിയുള്ളൂ. ഓക്കേ അപ്പൂപ്പ.
നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോ, ഞാൻ വന്നോളാം. ഇല്ല, ഞങ്ങൾ നിന്റെ ഒപ്പമേ വരുന്നുള്ളൂ. കിംലി, ഇത് വാശി പിടിക്കാനുള്ള സമയമല്ല, വേഗം പോ. ഇനി 30 സെക്കൻഡ് മാത്രം ബാക്കി. അതിനുള്ളിൽ റോബോബോയ് മെറ്റിയോറിനെ ബ്ലാസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഫുർസത് ഗഞ്ചിനോടൊപ്പം മറ്റു പല നഗരങ്ങളും തകരാൻ സാധ്യതയുണ്ട്. റോബോബോയ് മെറ്റിയോറിൽ എന്താ ചെയ്യുന്നതെന്ന് യാതൊരു വിവരവുമില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ സാറ്റലൈറ്റിന് മെറ്റിയോറിന് മുകളിലുള്ള സാറ്റലൈറ്റ് പിക്ചേഴ്സ് അയക്കാൻ സാധിക്കാത്തതെന്നും അറിയില്ല. ഓഹോ, ഇവര് പിന്നെ വന്നോ? വഴക്കുണ്ടാക്കാനുള്ള സമയമില്ലല്ലോ. മൂന്ന് സെക്കൻഡ്, 2 സെക്കൻഡ്, ഇനി റോബോബോയ് മെറ്റിയോറിനെ തകർത്തിരിക്കുകയാണ്. പക്ഷേ ആ റോബോബോയ് എവിടെ? അപ്പൂപ്പ, വേരെവിടെ പോയി? അയ്യോ, റോബോബോയിനെ കുറിച്ച് വിവരമൊന്നുമില്ലല്ലോ. എമിലി, എനിക്ക് തോന്നുന്നത് നമുക്ക് നമ്മുടെ വീറിനെ അതാ നമ്മുടെ റോബോബോയ്. റോബോബോയ് വരുന്നുണ്ട്. നമ്മളെ രക്ഷിച്ച റോബോബോയ് ഇതാ വരികയായി. റോബോബോയുടെ മേത്തോട്ട് വീഴും. അയ്യോ റോബോബോയ്, അവിടുന്ന് മാറി നിൽക്ക്. ആ ട്രക്ക് നിന്റെ ദേഹത്തേക്കാണ് വീഴാൻ പോകുന്നത്. അയ്യോ, റോബോബോയ്, മാറി നിൽക്കേ. ട്രക്ക് വീഴാൻ പോവാ. എനിക്ക് തടയാൻ പറ്റില്ല. ഈ ജിണ്ടു ഇതെവിടെ പോയി? അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോ ഒന്നും അവനെ എവിടെങ്കിലും കാണില്ല. Help! Help! റോബോബോയ്, രക്ഷിക്കണേ! രക്ഷിക്കണേ! എവിടെ പോയി? നീ ഇപ്പോഴാണോ വരുന്നേ? അവൻ എപ്പോഴേ വീട്ടിൽ പോയി. എന്റെ മോൻ ബണ്ടി ഒരു ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സസ്പെൻസ് ഉള്ള ഫിലിമാണെന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അവസാനം എല്ലാവർക്കും ഇഷ്ടപ്പെടുമത്രേ. എന്നാ കണ്ടുകളയാം. നീ കണ്ടോണം, ഈ ചുവന്ന തുണി കാളയുടെ നേരെ എറിഞ്ഞാലുണ്ടല്ലോ എന്റെ അച്ഛന്റെ പിന്നാലെ ആ കാള ഓടും. ബണ്ടി, ഇത് നല്ല കാര്യമൊന്നും അല്ല. നീ കണ്ടു നോക്ക്, നല്ല രസമായിരിക്കുന്നേ. ഓ, അപ്പൊ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും പണിയായിരുന്നു അല്ലേ? എന്തോരം ഇടിയാണ് ഞാൻ വാങ്ങിച്ചു കൂട്ടിയത്. നിങ്ങളെ ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോണം നിങ്ങൾ. ഇതൊക്കെ കള്ളത്തരമാണ് അച്ഛാ. ഞാൻ വീട്ടിൽ പോവാ. ഡ്രൈവർ, സോറി അച്ഛാ, ഞാനല്ല ഇതൊന്നും ചെയ്തത്. അവിടെ നിൽക്ക്, എന്നെ കൂടെ നിക്കടാ അവിടെ.